അരമുറി പുഴുങ്ങിയെടുത്ത് ഈ ഒരു നേന്ത്രപ്പഴം വെച്ച് ഇന്ന് ഉണ്ടാക്കാൻ പോണ ഒരു ഐറ്റം ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്തതാണ്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക. പുഴുങ്ങിയെടുത്ത നേന്ത്രപ്പഴം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് പേസ്റ്റ് പരുവത്തിൽ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി, കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അരച്ചു വെച്ച നേന്ത്രപ്പഴവും ചേർത്ത് കൊടുത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഇനി ഇത് കൈവച്ച് ചപ്പാത്തി മാവിൻ്റെയൊക്കെ പരുവത്തിൽ ഇതുപോലെ ഒന്ന് കുഴച്ച് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനെടുപ്പത്ത് വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് ബാക്കി പകത്ത് നേന്ത്രപ്പഴം ചെറു കഷ്ണങ്ങളാക്കിയതും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കി വഴറ്റി ഇതൊന്ന് വഴണ്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയത്, മധുരത്തിന് ആവശ്യത്തിന് ശർക്കര, കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്ത് കുറച്ച് കടല ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നേന്ത്രപ്പഴവും ശർക്കരയൊക്കെ നല്ലപോലെ ഉടച്ച് വിളയിച്ച് ഈ ഒരു പരുവത്തിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ആദ്യം കുഴച്ച് വെച്ച മാവ് ഒരു ഇടിയപ്പം പീച്ചിയിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു റൗണ്ട് ഒന്ന് കറക്കി പീച്ച് ഇതുപോലെ ഇട്ട് കൊടുത്ത് ഇനി ഇതിന് മുകളിലായി നമ്മുടെ പഴം വിളയിച്ചതും കൂടെ വെച്ച് കൊടുത്ത് ഇനി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഫില്ലിംഗ് ഒക്കെ മൂടി മാവ് ഇതുപോലെ ഒന്ന് കറക്കി പീച്ച് ഇട്ട് കൊടുത്ത് ഇനി ഇഡലിച്ചെമ്പിൽ മൂടി വെച്ച് ഒരു 20 മിനിറ്റ് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. ശേഷം മൂടി തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ സംഭവമൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. എന്താ ഞാനിപ്പോൾ ഇതിനൊരു പേര് പറയാം, ഒരു പേരിലൊക്കെ എന്തിരിക്കുന്നല്ലേ. സംഭവം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കല്ലേ. അപ്പോൾ ഇതേപോലെയുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.